ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫിഷ് ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. ചെമ്പല്ലി മീനിൻ്റെ തൊലി വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ഉരിഞ്ഞെടുക്കുന്നതെന്നുള്ള വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോ കണ്ടുവരാം. ഞാനിവിടെ 3 ചെമ്പല്ലി മീൻ എടുത്തിട്ടുണ്ട്. ഈ മീനിന് പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. ഈ മീനിൻ്റെ തൊലി ഉരിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ബുദ്ധിമുട്ട് കാരണം നമ്മൾ പലരും ഈ മീൻ വാങ്ങാതിരിക്കാറുണ്ട്. ചിലപ്പോൾ നമുക്ക് തൊലി ഉരിച്ചെടുക്കുന്ന സമയത്ത് തൊലിയുടെ കൂടെ മീനിൻ്റെ ഇറച്ചി കൂടി ഇളകിപ്പോരും. ഫ്രൈ ചെയ്താൽ അത്രയും ടേസ്റ്റുള്ള മീനാണ് ചെമ്പല്ലി. ഈ മീനിൻ്റെ തൊലി ഉരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലി ഉരിച്ചെടുക്കുന്നത് കാണിച്ചു തരാം. ആദ്യം ചെമ്പല്ലി മീൻ 1 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ചിട്ട് ചെറിയ രീതിയിലൊന്ന് തണുപ്പിച്ചെടുക്കണം. ഓവറായിട്ട് തണുപ്പിക്കാൻ പാടില്ല. ഇത് 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്ത ചെമ്പല്ലിയാണ്. ഇതിൻ്റെ തൊലി ഉരിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ വാല് കട്ട് ചെയ്തെടുക്കണം. വാല് കട്ട് ചെയ്ത ശേഷം ഇതിൻ്റെ ഈ ഭാഗം ഇറച്ചിയോട് കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ മുകൾ ഭാഗം വരെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഈ സൈഡും കട്ട് ചെയ്തെടുക്കാം. രണ്ട് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തൊലി കട്ട് ചെയ്തെടുക്കുന്ന ഏത് മീനായാലും ഇതുപോലെ ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇളകി കിട്ടും. ഇതും കൂടി കട്ട് ചെയ്ത് മാറ്റാം. എനിക്ക് കിട്ടിയത് കുറച്ച് വലിപ്പമുള്ള ചെമ്പല്ലി മീനാണ്. കുറച്ചുകൂടി ചെറുതാണെങ്കിൽ ഇതിലും എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഈ ചെമ്പല്ലിയുടെ തലഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൻ്റെ വയറിൻ്റെ ഭാഗത്തുള്ള ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. ഇതുപോലെ സൈഡിലുള്ള തൊലിയെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും. ഞാനിത് 3 ചെമ്പല്ലി മീനും വളരെ പെട്ടെന്ന് തന്നെ നല്ല വൃത്തിയായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തൊലി ഉരിച്ചെടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് കാരണം നിങ്ങൾ ഈ മീൻ വാങ്ങാതിരിക്കരുത്. നല്ല ടേസ്റ്റുള്ള മീനും തന്നെയാണിത്. ക്ലീൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ബെല്ല് കൂടി കാണാം. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുക. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.